ജോലി അന്വേഷിച്ചാണ് പത്രാധിപരുടെ അടുത്തെത്തിയത്. എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നാണ് അവരിൽ നിന്ന് കിട്ടിയ മറുപടി. ഇത് കേട്ട അദ്ദേഹം ഗത്യന്തരമില്ലാതെ കഥ എഴുതി തുടങ്ങി. കറുത്തിരുണ്ട വിരൂപമായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അന്നെഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് എന്റെ തങ്കം. ജനകീയനായ എഴുത്തുകാരൻ, ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ, മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്ന രീതിയിലുള്ള സാഹിത്യം, ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരൻ, മലയാള നോവലിസ്റ്റ്, കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജാനുവരി 21 കോട്ടയം വൈക്കം തലയോലപ്പറമ്പിൽ ജനനം. സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്തെത്തിയ ഗാന്ധിജിയെ കാണുവാനും തൊടാനും സാധിച്ചു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. വീട് വിട്ട് എറണാകുളത്ത് ചെന്ന് തീവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായതും ജയിലിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റതും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പ്രേമലേഖനം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ തുടങ്ങിയ ഒരുപാട് നോവലുകളും ചെറുകഥകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, വള്ളത്തോൾ പുരസ്കാരം, പ്രേം നസീർ അവാർഡ് തുടങ്ങിയ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂര് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ബഷീറിൻ്റെ ജീവിതാനുഭവം രസകരമായി എഴുതിയ നോവലുകൾ കുട്ടികൾക്ക് പോലും ഏറെ ഇഷ്ടമാണ്. കേരളക്കര ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നു, ഒപ്പം അദ്ദേഹം സമ്മാനിച്ച നിരവധി നോവലുകളെയും.